വേതന വർധന ആവശ്യപ്പെട്ട് കൊച്ചിയിൽ നഴ്സുമാരുടെ പ്രതിഷേധം. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് പ്രതിഷേധം. ആശുപത്രിയിലെ 1400ഓളം വരുന്ന നഴ്സുമാരിൽ അത്യാഹിത വിഭാഗങ്ങളിലെ 56 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നഴ്സുമാരുടെ പ്രതിഷേധം തുടരുകയാണ്. പലയിടങ്ങളിലായിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലായും തന്നെ നടക്കുന്നത്. സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചു, പക്ഷേ അത് പര്യാപ്തമല്ല. തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് അത് നീതി പുലർത്തുന്നതല്ല എന്ന് തന്നെയാണ് നഴ്സുമാർ പറയുന്നത്. അതിൽ തങ്ങൾ ആവശ്യപ്പെട്ട അടിസ്ഥാന ശമ്പളം അത് നടപ്പാക്കി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റിക്ക് മുന്നിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് നടക്കുന്നത്. ഏതാണ്ട് 1400ഓളം ജീവനക്കാർ നഴ്സുമാർ ഇവിടെ ഉണ്ട്. ഇതിൽ 56ഓളം പേർ മാത്രമാണ് ഇന്ന് ജോലിക്ക് കയറിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇത് നഴ്സുമാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം. പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് അവരിതിൽ മുന്നോട്ട് പോകുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ ആശുപത്രി കവാടത്തിലേക്ക് ഇവിടേക്ക് എത്തുകയും ഇന്നലെ അവർ ഇത്തരം ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരുന്നു. അതിനനുസരിച്ചുകൊണ്ട് ചില ചർച്ചകളിലേക്ക് കടന്നു വരാം എന്ന് മാനേജ്മെന്റ് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൽ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും പ്രതിഷേധത്തിന് ഇറങ്ങാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയും തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കും വരെയും ആ പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറില്ല, ആ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കൊപ്പം യുനയുടെ ഭാരവാഹി ദിൽബർ കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വളരെ ശക്തമായ രീതിയിലേക്ക് ഇതെല്ലാം മുന്നോട്ട് പോകാൻ? നമ്മുടെ മിനിമം സാലറി എന്നുള്ള ആവശ്യം ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഇപ്പം സർക്കാർ ഒരു മിനിമം വേതനം ഒരു പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് GDI എൻട്രി നമുക്ക് വരാനായിട്ട് ഇനിയും 4-5-6 മാസം സമയമെടുക്കും. നമുക്ക് അതുവരെ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും ക്ഷമിക്കാൻ നമുക്ക് കാര്യം നമുക്ക് ഈ ഇതൊരു ജീവിത നിലവാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 20,000 രൂപ അടിസ്ഥാന ശമ്പളം അല്ല. ഈ നമുക്ക് 2018 ഇറങ്ങിയ ഒരു വ്യവസ്ഥയാണ് 20,000 എന്നുള്ളത്. ഇപ്പൊ 8 വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 25,000 എന്ന് പറയുമ്പോൾ ഒരു 5,000 രൂപയുടെ ഒരു ഇൻക്രിമെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് എന്താണ് നമ്മൾ ജീവ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഒരു പെട്രോളിന് ആ സമയത്തുണ്ടായതിനേക്കാളും 10 ഇരട്ടി കൂടിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ സമരം എന്ന രീതിയിൽ തന്നെയാണ്. അതെ, ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടനാ തീരുമാനം. ചർച്ച ഇന്നലെ ഒരു ചർച്ച ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അത് ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ മാനേജ്മെന്റ് ടീമും നമ്മുടെ UNAയുടെ ഭാരവാഹികളൊക്കെ തമ്മിൽ സംഭാഷണം നടന്ന് അവസാന എഗ്രിമെന്റ് വരെ വന്നതാണ്. ലാസ്റ്റ് നിമിഷം അവർ പറഞ്ഞു ഇന്നൊരു ദിവസം 5 മണിക്ക് മുന്നേ അവർ സൈൻ ചെയ്യാം, ആകും വരെ സമരം തുടരുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. കാരണം തീരുമാനമാകും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം മാനേജ്മെന്റിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ച ആ ശമ്പളം അത് നൽകുന്നുണ്ട്, ആ മാനദണ്ഡം അനുസരിച്ചുള്ള ശമ്പളം നൽകുന്നുണ്ട്. അതിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൂടി തങ്ങൾ അനുവദിക്കുന്നുണ്ട്. ജീവനക്കാർ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്നു. അങ്ങനെ ആ ആനുകൂല്യം തങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട് എന്നതാണ് മാനേജ്മെന്റിന്റെ വാദമായിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായ ശമ്പളം, അതിലെ ഒരു വർധനവ് ഇല്ലാതെ തന്നെ തങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ആശുപത്രികൾക്ക് മുന്നിൽ ഇപ്പോൾ മാനേജ്മെന്റുകളാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ആശുപത്രികൾക്ക് മുന്നിലുള്ള ഒരു സമരം പലയിടങ്ങളിലായി തുടരുന്നു. കൊച്ചിയിലെ പ്രതിഷേധവും തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.